ഹലോ, കുറേ ദിവസത്തിന് ശേഷം പിന്നെയും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോയല്ലേ. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അനിതാ രാവിലെ എണീച്ച് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ന്യൂസൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. പാളി നോക്കിയിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാ. ലാസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് കൂടി നടക്കലായി കേട്ടോ. നല്ല പ്രകൃതി അത്രയും സുന്ദരമാണല്ലോ. അത് ഇപ്പോൾ പച്ചപ്പൊക്കെ വന്ന കുറച്ച് തന്നെ ഇതൊക്കെ ഇല്ലേ, ഇത് സ്വർണം വിതച്ച പാടം പോലെ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് മുളക് കഴുകിയിട്ടിട്ടുണ്ടായിന് കേട്ടോ. അതൊന്ന് ഉണക്കാനിടല കേട്ടോ. 2 ദിവസമായി ഇതാ പിന്നെയും ഇനിയും ഉണങ്ങാനുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൂടെ ഇത് നമ്മളെ ജയാൻകുട്ടനുണ്ട് കേട്ടോ. നിങ്ങളിവിടെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മളെ ജയാൻകുട്ടൻ്റെയും കൂടി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവേ. അങ്ങനെ ഇതാ ആളും ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. ആളെടുത്ത് എത്ര പറഞ്ഞിട്ടും മാറുന്നില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ആരില്ലേം താനും. അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ കുറച്ച് ചെടികളും ഈ ഒരു ടൈം നോക്കുന്നുണ്ട് കേട്ടോ. എന്നല്ല ഇപ്പം രാവിലെ തന്നെ ഒന്ന് ചെടികളൊക്കെ നോക്കി ആ ഒരു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കില്ല, ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ ഈ 2 ചെടികൾക്ക് എന്തോ ഒരു ഫംഗസ് പിടിപെട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു വെള്ളപ്പൊടി പോലെയുള്ള സാധനമില്ലേ, അത് മൊത്തത്തിൽ ആദ്യം ആ ചെറിയ ചെടിയില്ല, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ടൈമാണ് കണ്ടത്, അതിന് ഇവിടെ കാണുന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് ഇതിലേക്ക് സ്പ്രെഡ് ആയതാട്ടോ. അങ്ങനെ ഇതാ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ നീം ഓയിലില്ലേ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കലാട്ടോ. തേച്ച് കൊടുക്കലല്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനതിന് നമ്മൾ സാധാ വെള്ളം വന്ന ബോട്ടിലില്ലേ അതിലേക്ക് തന്നെ വെള്ളമാക്കി ഞാൻ ഒന്ന് ഇതാക്കി ചെയ്ത് കൊടുക്കലാട്ടോ. ഇനി ആ ബോട്ടിൽ വാങ്ങാനായിട്ട് വെറുതെ പൈസ വേണ്ടല്ലോ, നമ്മളെടുത്തില്ലയിൽ വെച്ച് നമുക്ക് നല്ല പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ ജയാൻകുട്ടൻ്റെ പരിപാടി കണ്ടോ നിങ്ങൾ. ആളും ഈ പൂച്ചയും ഭയങ്കര ക്ലോസാണ്. അങ്ങനല്ല ആളെ മാത്രമേ മാന്താണ്ടുള്ളൂ, ബാക്കി വീട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും മാന്തലിട്ടി. അങ്ങനല്ല നമ്മൾ ഇക്കാക്കര മക്കൾ വന്നാൽ അവർക്ക് പോലും മാന്തലിട്ടി. അനിയത്തിക്ക് കിട്ടി. ഇവൻ എപ്പോഴാ മാന്താന്നറിയൂല. പ്രത്യേകിച്ച് ഇവൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആൾ പൂച്ചിനെ തൊടുമ്പം തന്നെ ബാക്കിലേ ഓടല. ഇപ്പം ആളില്ലേ നോക്കിക്കോ, ഇതാണ് ആളവസ്ഥ. അങ്ങനെ അതിലും കഴിഞ്ഞ് ആള് പിന്നെ ഇതാ കൈ കഴുകാൻ പോക്കാട്ടോ. ആൾക്കറിയാം പൂച്ചനെ തൊട്ട കൈ കഴുകണം. ഈ ഒരു ടൈമിൽ ഞാൻ ബാക്കിയുള്ള ചെടികൾ നമ്മളിവിടെയുള്ള റോസിനൊക്കെ ഇല്ലേ നല്ലപോലെ ഈ കാട് കയറിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്കൊന്ന് മഴ പെയ്യും, ഇടയ്ക്ക് മഴ ഉണ്ടാവില്ല. ആ ഒരു കാലാവസ്ഥയാണല്ലോ. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് ഞാൻ വിചാരിച്ചോട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ടായി. പിന്നെ വീഡിയോ എടുക്കുന്ന ടൈം കുറച്ച് അവിടെ ഇട്ട് പിന്നെയും പറിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് പറിച്ച് വരുമില്ലേ ഒരാളില്ല എൻ്റെ ബാക്കിൽ നിന്ന്. അടിപൊളി പരിപാടിയാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെ ഒന്ന് പറിച്ച് കഴിയട്ടോ. അങ്ങനെ ഇതാ ഇതെല്ലാം പറിച്ച് കഴിഞ്ഞ് ഇതാ നോക്ക് ആളിതാ പൈപ്പും വെള്ളത്തിൽ കുളിക്കലൊക്കെ. പിന്നെ ഞാൻ നേരെ ആളെ എടുത്തിട്ടില്ലേ എവിടത്തേക്കോടിയെന്നറിയോ, ബാത്റൂമിലേക്ക്. പിന്നെ അവിടെ നിന്നായി കേട്ടോ ആളെ പരിപാടി. ആക്കില്ലേ കുളി എന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ്. ഒരു ദിവസം 5-10 വട്ടമൊക്കെ കേട്ടോ ആളെ കുളിക്കാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഇന്നാണെങ്കിൽ നൂൽപുട്ടും കടലക്കറി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് കറിനാൻ കാട്ടി ഇഷ്ടമില്ല, തേങ്ങാപ്പാലും പഴവും കൂട്ടി കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഇതാ നമ്മളെ ജയാൻകുട്ടൻ കുറച്ച് സമയം കളിക്കെല്ലാം ചെയ്ത് പിന്നെ ആൾ ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇതാട്ടോ. അതൊന്നും ഞാൻ ഉണ്ടാക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ ന്യൂസും ആയിരയും ഒക്കെ വന്ന് പിന്നെ അവർ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവർ കളിക്കലാട്ടോ. ഞാൻ കുറച്ച് സമയം അതൊക്കെ നോക്കി പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആരെ ഇവർ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ ഇതാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത് പഴംപൊരി. നമ്മൾ അയരിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അങ്ങനെ അതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനതൊന്ന് ബാക്കിയുള്ളത് ഞാനൊന്ന് എടുത്ത് കഴിക്കലാട്ടോ. പിന്നെ ഇന്നത്തെ രാത്രിത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോറി കേട്ടോ ഡിന്നർ എന്താണെന്നറിയോ, മസാല ദോശ. നമ്മളെ നഴ്സുകുട്ടി കുറേ ദിവസമായി പറയുന്ന മസാല ദോശ വേണം മസാല ദോശ. പക്ഷേ ഈ സ്കൂളിലുള്ള ടൈമിലെ രാവിലെ ഇതാക്കിയാൽ പിന്നെ ശരിയാവില്ലല്ലോ. എന്നല്ല
ഓരോരുത്തർ എണീച്ച് വരുന്നതിനനുസരിച്ച് ചുട്ട് കൊടുക്കേണ്ടി വരും. ഇത് രാത്രി ആക്കുമ്പോൾ പിന്നെയും ഓക്കെ, അല്ലെങ്കിൽ പിന്നെ സ്കൂളില്ലാത്ത ദിവസമാവണം. അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ അരച്ച് രാവിലെ വെച്ചിട്ടുണ്ടായിന്. ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാലക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആക്കാം. മസാല ദോശക്ക് അതിൻ്റെ ഉരുളക്കിഴങ്ങിനെ കൊണ്ട് മസാല ഒക്കെ ആക്കണ്ടേ, അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ആദ്യം 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് 4ലേക്ക് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ മസാല ദോശ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല ദോശ, ഇഡ്ഡലി. എനിക്ക് ഈ നാടൻ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആർക്കെങ്കിലും അതേപോലെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയാട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കൽ. ഇതാ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിൽ ഇതാകെ 3 വിസിൽ കേട്ടോ വേണ്ടു. 3ൻ്റെ ആവശ്യമില്ല, 2 വേണ്ടു. പക്ഷെ ഞാൻ 3 വിസിൽ ഊതിയെടുത്തിട്ടുണ്ട്. എന്താ ഈ ഒരു ടൈമിന് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്ത്, പക്ഷെ ഇതിലില്ലേ 1/2 ഉള്ളി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 1/2 ഉള്ളി കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അത് നല്ലപോലെ കഴുകി ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളവിടെ പാലിൻ്റെ പാക്കറ്റൊക്കെ ചുമരിലൊട്ടിച്ചതൊക്കെ കാണുന്നുണ്ടാവും. അത് നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരില്ലേ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. അവിടെ ആകുമ്പം അത് അവിടെ നിന്ന് ഉണങ്ങി നമുക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാമല്ലോ. ഇനി ഇതാ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കല കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ടൈം തന്നെ നമ്മളിതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഇവിടെ മാറ്റി വെച്ച് ഇവിടെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഇതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്ന് ഇളക്കിയിട്ടാട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊതുവേ ഞാൻ ആ ടൈം തന്നെ ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷേ ഈ ഒരു ടൈമില്ലേ എൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആളെന്താ ചെയ്യുന്നത് ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി നല്ലപോലെ വാട്ടിയെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതൊന്ന് വാടി വരുന്ന ടൈമാണ്. എൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കാം. അങ്ങനല്ല മസാല ദോശയല്ല, എന്നിട്ട് തക്കാളി ചട്നി ഇല്ലാണ്ട് എന്ത് മസാല ദോശ. അങ്ങനെ ഇതാ ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ടൈം 2 തക്കാളിയും 1 ഉള്ളിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നല്ല എൻ്റെ ഇല്ലേ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു കാലില്ലേ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ ഈ ചട്ടി ഇങ്ങനെ എന്തൊന്ന് ഡാൻസ് കളിക്കുന്നത്. നിങ്ങളതൊന്നും മെയിൻ്റ് ആക്കേണ്ട, അതൊന്നും നമുക്കൊരു വിഷയമല്ല. അങ്ങനെ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത്, നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തിട്ടില്ല, ചെറുതായിട്ട് അതിൽ വെള്ളമുണ്ട് കേട്ടോ. ഞാനിതാ ചൂടോടുകൂടി തന്നെ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കല കേട്ടോ. എൻ്റെ ഉടക്കുന്ന യന്ത്രം ഇതാ. അങ്ങനല്ല എളുപ്പപ്പണിക്ക് വേഗം എടുത്തുള്ളത് തന്നെ എടുത്തതാട്ടോ. അങ്ങനല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചരം അതിൻ്റെ അടുത്ത് തന്നെ ഇതുണ്ട്. എന്നിട്ട് പിന്നെ അതെടുത്തിട്ടൊന്ന് ചതച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പച്ചമുളകും എല്ലാം നല്ലപോലെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ വേറെ തന്നെ ഒരു സ്മെൽ വരും കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി വരുന്നവർ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാല തന്നെ മതി കേട്ടോ. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ബോണ്ടയില്ലേ, ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇടയ്ക്ക് എന്താ നമ്മളെ മസാല ദോശൻ്റെ ഈ ഒരു മാവ്
ഈ ഒരു ഫീലിംഗ് ബാക്കിയുണ്ടെങ്കിലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി സെയിം ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ കേട്ടോ മസാല ദോശ ആക്കുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യുക. ഇതിലേക്ക് അല്ലാണ്ട് എന്താണ് ബീട്രൂട്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല നമ്മൾ കട്ടിയായിട്ടുള്ള മാവിൻ്റെ എന്താന്ന് ആ ഒരു ഇത് വേണ്ട കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ട് വരുമ്പോൾ മസാല ദോശക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരാം. ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. നിങ്ങളുടെ അടുത്ത് മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ട്, എന്നാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാ ഈ ഒരു ടൈമിന് നമ്മളിതാ തക്കാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കില്ലേ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ചോറും കൂടി ഇതൊന്ന് ഈ ഒരു ചട്നിയും ചോറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കണ്ടോ നമ്മൾ ജയ്യാൻകുട്ടൻ്റെ പരിപാടി ഉണ്ടോ നിങ്ങൾ? ആളിതെൻ്റെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് അതിനെ കൊണ്ട് ആളെ കളി. നാളിങ്ങനെ ഇടക്ക് ആക്കി പാത്രങ്ങൾ അതൊക്കെ ഭയങ്കര വീക്ക്നെസ് കേട്ടോ. പക്ഷേ എപ്പോഴും ഇല്ല, ചില ടൈം അതും ഞാൻ അടുക്കള കയറുമ്പോൾ മാത്രം. അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ചട്നിയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ഇട്ടോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി ഇതൊന്ന് തണിഞ്ഞാൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കട്ടോ. ഈ ഒരു ടൈമിന് ഞാനില്ലേ തേങ്ങ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. തേങ്ങ, പച്ചമുളക്, പിന്നെ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കാഷ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പുളി ഇട്ട് കൊടുത്തില്ല. പിന്നെ എരിവിന് ഞാനിവിടെ കാന്താരി ഇട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കാച്ചിയും കൂടി വെച്ചാൽ സംഭവം സെറ്റ്. ഇനി ഇതാ നമ്മളെ തക്കാളി ചട്നിയിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ നല്ലപോലെ തഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചോട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതും കൂടി കൂടുതൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കുറച്ചൊരു തരി വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു കട്ടി കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതും ചോറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കാച്ചി വയ്ക്കല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കടുക് ഇട്ടെടുക്കുക, കറിവേപ്പില, പിന്നെ ഉണക്കമുളക് ഇട്ടെടുത്ത് ഇത് നമുക്ക് നമ്മൾ രണ്ടിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 വട്ടാക്കിയിട്ടാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനല്ല ഈ കാശ്മീർ കടുകൊക്കെ പൊട്ടുന്ന സൗണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും അതിഷ്ടമല്ലേ? പിന്നെ ഈ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ അത് വേറെ തന്നെയാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ചട്നി റെഡിയായി. സംഭവമില്ല, നല്ല ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഇതാ നമ്മളിതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് മസാല ദോശ ഉണ്ടാക്കി കഴിക്കലോട്ടോ. ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ ടൈമൊക്കെ ജയ്യാൻകുട്ടന് ഭയങ്കര കരച്ചിൽ വരുന്നു കേട്ടോ. നമ്മളെ നെസുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. ആൾ പിന്നെ കുറേ ദിവസമായില്ലേ പറയുന്നത്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ ആസ്വദിച്ചിട്ട് കഴിക്കലോട്ടോ. ഇതാ നമ്മളെ നെസുവിൻ്റെ ഫേസ് നിങ്ങൾക്ക് ഇപ്പം കാണാം. ആള് ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കും, കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഉറങ്ങലാട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.